ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 41-ാമത്തെ ആയത്ത്. وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. അതിനെ അവിശ്വസിക്കുന്നവരിൽ ഒന്നാമത്തേത് നിങ്ങളാവരുത്. എന്റെ അടയാളങ്ങളെ നിങ്ങൾ തുച്ഛവിലയ്ക്ക് പകരം നൽകുകയുമരുത്. എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുകയും വേണം. وآمنوا بما أنزلت مصدقا لما معكم. ബിമാ എന്ന് നീട്ടിക്കൊണ്ട് ഓതാവുന്നതാണ്. അൻസൽത്തു എന്നതിന് പകരം നൂനെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ടാണ് ഓതുന്നത്. മുസദ്ദിഖൻ ലിമാ എന്നത് മുസദ്ദിഖൻ ലിമാ ലാമിലേക്ക് കൂട്ടിച്ചേർത്ത് മണിക്കാതെയാണ് ഓതുന്നത്. വലാ തകൂനൂ അവ്വല കാഫിരിൻ ബിഹ്. തകൂനൂ അവ്വല അവിടെ വേണമെങ്കിൽ നമുക്ക് നീട്ടാവുന്നതാണ്. കാഫിരിൻ ബിഹ്. കാഫിരിൻ ബിഹി എന്നത് കാഫിരിൻ ബി ബാലേക്ക് മാറ്റിമറിച്ചുകൊണ്ട് മീമാക്കിക്കൊണ്ടാണ് നൂനിനെ കാഫിരിൻ എന്നത് കാഫിരിം എന്ന് മീമാക്കി മാറ്റിമറിച്ച് ബാലേക്ക് കൂട്ടിച്ചേർത്താണ് ഓതുന്നത്. ولا تشتروا بآياتي ثمنا قليلا. അവിടെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഇസ്രയേൽ മക്കളോടുള്ള അള്ളാഹുവിന്റെ 4-ാമത്തെ നിർദ്ദേശം നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാണ്. ആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും. നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ചത് എന്ന് ഖുർആനിനെയും വേദക്കാരുടെ കൈകളിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നിയോഗിക്കപ്പെട്ടയാൾ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആൻ ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ മാത്രം ഖുർആനിനെ ഇങ്ങനെ 5 തവണ വിശേഷിപ്പിച്ചിട്ടുണ്ട്. 41, 89, 91, 97, 101 ആയത്തുകളിൽ. എന്താണ് ഈ സത്യപ്പെടുത്തലിനർത്ഥം? വേദക്കാരുടെ പക്കലുള്ളതെല്ലാം സത്യമാണെന്നാണോ ഖുർആൻ പറയുന്നത്? അല്ലെന്ന് വേദങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഖുർആൻ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവും. വേദക്കാരുടെ പക്കലുള്ള ദൈവിക വെളിപാടുകളെ അംഗീകരിക്കുകയും ദൈവനിവേശിതമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പലരും പലപ്പോഴായി എഴുതിയ ഗ്രന്ഥങ്ങളെ നിഷേധിക്കുകയും ചെയ്യുക എന്നതാണ് ഖുർആനിന്റെ നിലപാട്. വേദക്കാരുടെ പക്കലുള്ളവയെ പൂർണ്ണമായി സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാതെ ദൈവികമെന്ന് ഉറപ്പുള്ളതിനെ അംഗീകരിക്കുകയും സംശയാസ്പദമായതിനെ മാറ്റി നിർത്തുകയും ചെയ്യുകയെന്ന സത്യസന്ധമായ രീതിയാണ് ഖുർആൻ സ്വീകരിക്കുന്നത്. പൂർവ്വവേദങ്ങളെക്കുറിച്ച ഖുർആനിക വീക്ഷണത്തെ ഇങ്ങനെ സംഗ്രഹിക്കാം. 1. അള്ളാഹു അവന്റെ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചവയെല്ലാം സത്യസമ്പൂർണങ്ങളായിരുന്നു. 2-ാം അധ്യായം 136-ാം സൂക്തം, 2-ാം അധ്യായം 285-ാം സൂക്തം, 3-ാം അധ്യായം 84-ാം സൂക്തം. 2. മൂസാ നബി അലൈഹിസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും സുഹഫുകളും 53-ാം അധ്യായം 36, 37 സൂക്തങ്ങൾ, 87-ാം അധ്യായം 19-ാം സൂക്തം. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്തും 3-ാം അധ്യായം 3-ാം സൂക്തം, 5-ാം അധ്യായം 44-ാം സൂക്തം. ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂറും 4-ാം അധ്യായം 163-ാം സൂക്തം, 17-ാം അധ്യായം 55-ാം സൂക്തം. ഈസാ നബി അലൈഹിസ്സലാമിന് ഇഞ്ചീലും 3-ാം അധ്യായം 3-ാം സൂക്തം, 5-ാം അധ്യായം 46-ാം സൂക്തം. എല്ലാം അവതരിപ്പിച്ചത് അള്ളാഹുവാണ്. 3. സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുകയും അവ ദൈവികമാണെന്ന് വാദിക്കുകയും ചെയ്തവർ വേദക്കാരിലുണ്ട്. 2-ാം അധ്യായം 79-ാം സൂക്തം. 4. വേദക്കാരിൽ ചിലർ അറിഞ്ഞുകൊണ്ട് വേദത്തിൽ കൃത്രിമത്വം കാണിക്കുന്നവരാണ്. 2-ാം അധ്യായം 75-ാം സൂക്തം. 5. തങ്ങൾക്ക് അവതരിപ്പിച്ച ഉത്ബോധനങ്ങളുടെ നല്ലൊരു ഭാഗം വേദക്കാർ മറന്നുപോയിട്ടുണ്ട്. 5-ാം അധ്യായം 13-ാം സൂക്തം. 6. വേദവാക്യങ്ങളെ സ്ഥാനം തെറ്റി ഉപയോഗിക്കുന്നവർ വേദക്കാർക്കിടയിലുണ്ട്. 5-ാം അധ്യായം 13-ാം സൂക്തം.
7. വേദഗ്രന്ഥത്തിന്റെ വാചക ശൈലികൾ വളച്ചൊടിച്ച് വേദത്തിലില്ലാത്തവ അതിലുണ്ടെന്ന് വരുത്തി തീർക്കുന്നവർ വേദക്കാർക്കിടയിലുണ്ട്. 6-ാം അധ്യായം 91-ാം സൂക്തം. 8. തൗറാത്തിലെ മിക്കവാറും നിയമങ്ങൾ യഹൂദന്മാരുടെ കൈവശമുണ്ടെങ്കിലും അവയനുസരിച്ച് ജീവിക്കുവാനോ വിധിക്കുവാനോ അവർ സന്നദ്ധരല്ല. 5-ാം അധ്യായം 43, 44, 45 സൂക്തങ്ങൾ. 9. ഈസാ നബിയുടെ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഊഹത്തെ പിൻപറ്റുക മാത്രമാണ് വേദക്കാർ ചെയ്യുന്നത്. 4-ാം അധ്യായം 157-ാം സൂക്തം. വേദക്കാർ സ്വയം പുസ്തകങ്ങൾ ത്യജിച്ച് അവയെ പിന്തുടർന്നതായും ദൈവിക ഗ്രന്ഥങ്ങളിൽ മാറ്റം വരുത്തിയതായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഷാമിൽ പോയപ്പോൾ അവിടെയുള്ള ക്രൈസ്തവർ അവരുടെ പുരോഹിതന്മാരെയും സന്യാസികളെയും ജൂതന്മാർ അവരുടെ റബ്ബിമാരെയും പണ്ഡിതന്മാരെയും എല്ലാം സാഷ്ടാംഗം നമിക്കുന്നതായി അദ്ദേഹം കണ്ടു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് പ്രവാചകന്മാരുടെ അഭിവാദന രീതി ഇതാണ് എന്നാണ് അവർ മറുപടി പറഞ്ഞത്. ഇതെന്തുകൊണ്ട് പ്രവാചകനോട് നമുക്കും ചെയ്തുകൂടാ എന്ന് അദ്ദേഹം കരുതി. ഇക്കാര്യം പറഞ്ഞപ്പോൾ ദൈവദൂതർ പറഞ്ഞത് ഇങ്ങനെയാണ്: അവരുടെ ഗ്രന്ഥത്തിൽ അവർ മാറ്റം വരുത്തിയതുപോലെ അവരുടെ പ്രവാചകന്മാരെ കുറിച്ച് അവർ കള്ളം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇമാമുമാരായ ഹാക്കിം തന്റെ മുസ്തദ്റക്കിലും തബ്റാനി തന്റെ അൽ മുഅ്ജമുൽ കബീറിലും അഹ്മദ് ബിൻ ഹംബൽ തന്റെ മുസ്നദിലും ഉദ്ധരിച്ച ഈ ഹദീസിന്റെ നിവേദക പരമ്പര ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മാനദണ്ഡങ്ങൾ പ്രകാരം സ്വീകാര്യമാണെന്ന് ഹാക്കിമും ഇബ്നുൽ ഹജർ ഹൈതമിയും പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ മക്കൾ ഒരു പുസ്തകം എഴുതിയുണ്ടാക്കി. അവർ അത് പിന്തുടരുകയും തൗറാത്തിനെ അവഗണിക്കുകയും ചെയ്തു. ഇമാം തബ്റാനി തന്റെ അൽ മുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിച്ച ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് ഷെയ്ഖ് അൽബാനി സമർത്ഥിച്ചിട്ടുണ്ട്. സിൽസിലത്തുൽ അഹാദിഥു സഹീഹ ഹദീസ് നമ്പർ 2832. കാലമേറെ കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ മക്കളുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും അവർക്കിടയിലുള്ളവർ തന്നെ ഒരു ഗ്രന്ഥമുണ്ടാക്കുകയും ചെയ്തു. അവരുടെ ഹൃദയങ്ങളിലും നാവുകളിലും പിന്നീട് ആ ഗ്രന്ഥമായി തീർന്നു. ഇമാം ബൈഹഖി തന്റെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ച ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് ഷെയ്ഖ് അൽബാനി സമർത്ഥിച്ചിട്ടുണ്ട്. സിൽസിലത്തുൽ അഹാദിഥു സഹീഹ ഹദീസ് നമ്പർ 2694. മുകളിൽ സൂചിപ്പിച്ച ഖുർആൻ പ്രസ്താവനകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും പ്രവാചകാനുചരന്മാർ മനസ്സിലാക്കിയത് വേദക്കാരുടെ പക്കൽ യഥാർത്ഥ വേദഗ്രന്ഥങ്ങൾ അവയുടെ വിശുദ്ധിയോടുകൂടി നിലനിൽക്കുന്നില്ലെന്നും ദൈവവചനങ്ങളെ തിരുത്തുകയും മാറ്റിമറിക്കുകയും കളങ്കപ്പെടുത്തുകയും ചെയ്യുകയും സ്വയംകൃത രചനകളെ ദൈവികമെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തവരാണ് വേദക്കാരെന്നുമായിരുന്നു. ഇക്കാര്യം സ്വഹാബിമാരിലെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രമുഖനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതായി ഉബൈദ് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു: മുസ്ലിം സമൂഹമേ, പരിശുദ്ധവും യാതൊരു തിരുത്തലുകൾ വരുത്തിയിട്ടില്ലാത്തതുമായ അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും പുതിയ വർത്തമാനം നിങ്ങളിലേക്കുള്ള ദൈവദൂതന് നൽകപ്പെട്ട ഗ്രന്ഥത്തിലുണ്ടായിരിക്കെ നിങ്ങൾ എങ്ങനെ വേദക്കാരോട് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയും? വേദക്കാർ അള്ളാഹുവിന്റെ വചനങ്ങളെ തിരുത്തുകയും മാറ്റിമറിക്കുകയും കളങ്കപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുകയും തുച്ഛമായ നേട്ടങ്ങൾക്കായി അവ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് പറയുകയും ചെയ്തവരാണവരെന്നും അള്ളാഹു നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? നിങ്ങളിലേക്ക് വന്നെത്തിയ വിജ്ഞാനം അവരോട് ചോദിച്ചറിയുന്നതിൽ നിന്ന് നിങ്ങളെ തടയാത്തത് എന്തുകൊണ്ടാണ്? അല്ല, അള്ളാഹുവാണ് നിങ്ങൾക്ക് അവതീർണമായതിനെ കുറിച്ച് അവരിൽ നിന്ന് ആരും തന്നെ നിങ്ങളോട് ചോദിക്കുന്നതായി ഞങ്ങൾ കാണുന്നില്ലല്ലോ. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. വേദക്കാരുടെ പക്കലുള്ളതിനെ മുഴുവൻ അംഗീകരിക്കുകയോ അവയെല്ലാം ദൈവികവും സത്യസന്ധവുമാണെന്ന് സാക്ഷീകരിക്കുകയോ ചെയ്യുന്നതിന് പകരം അവയിലെ ദൈവിക വചനങ്ങളെ അംഗീകരിക്കുകയും അവയനുസരിച്ച് ജീവിക്കുവാൻ വേദക്കാരോട് ആവശ്യപ്പെടുകയുമാണ് ഖുർആൻ ചെയ്യുന്നത്. ഇസ്രയേൽ മക്കളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നത് എന്നാൽ അവരുടെ പക്കലുള്ള ദൈവവചനങ്ങളെ സത്യപ്പെടുത്തുന്നത് എന്നാണ് അർത്ഥം. ഇസ്രായേല്യരുടെ പക്കൽ ദൈവവചനങ്ങൾ ഉണ്ടെന്നുള്ള ഖുർആനിന്റെ അംഗീകാരത്തിൽ നിന്ന് അവരുടെ പക്കലുള്ളതെല്ലാം ദൈവികമാണെന്നാണ് ഖുർആൻ പറയുന്നതെന്ന് ദുർവ്യാഖ്യാനിച്ചു കൂടാത്തതാണ്. നിങ്ങളുടെ അടുത്തുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് ഇസ്രായേലിയരോടുള്ള ദൈവിക നിർദ്ദേശം.
ഞാൻ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഖുർആനിനെ കുറിച്ചാണെന്ന് വ്യക്തം. അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആനിലും അതുമായി നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകനിലും വിശ്വസിക്കുന്നതിൽ മുന്നിൽ നിൽക്കേണ്ടവരാണ് വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്നവർ. അവരുടെ പക്കലുള്ള വേദത്തിലെ പരാമർശങ്ങളിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയും ഖുർആനിന്റെ ദൈവികതയും മനസ്സിലാക്കുന്നവരാണവർ. എന്നാൽ അവരിൽ ഭൂരിഭാഗവും സത്യമറിഞ്ഞതിനു ശേഷം നിഷേധിക്കുകയാണ് ചെയ്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമകാലികരായിരുന്ന ഇസ്രായേല്യരിൽ ഭൂരിപക്ഷവും ഖുർആനിനെയും പ്രവാചകനെയും നിഷേധിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ കൂടി നിഷേധികളാകാൻ പ്രേരിപ്പിക്കുക കൂടിയായിരുന്നു ചെയ്തിരുന്നത്. മുനാഫിക്കുകൾക്ക് വെള്ളവും വളവും നൽകിയത് അവരായിരുന്നു. മുശ്രിക്കുകളെ മുസ്ലിങ്ങളുമായി യുദ്ധങ്ങൾക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു അവരിൽ ചിലരുടെ വിനോദം. വിശ്വാസികൾക്ക് മുന്നിൽ ഉണ്ടാവേണ്ടവർ അവിശ്വാസികൾക്ക് നേതൃത്വം നൽകുന്ന അവസ്ഥ, അതിനെ അവിശ്വസിക്കുന്നവരിൽ ഒന്നാമത്തേത് നിങ്ങളാവരുത് എന്ന ദൈവിക നിർദ്ദേശം അവരുടെ ഈ വൈപരീത്യത്തെ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ്. എന്റെ അടയാളങ്ങൾ നിങ്ങൾ തുച്ഛവിലയ്ക്ക് പകരം നൽകുകയും അരുത്. അടയാളങ്ങൾ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ആയാത്ത് എന്ന പദത്തെയാണ്. ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധിപ്പിച്ചുകൊണ്ടുള്ള അടയാളമോ പ്രതീകമോ ചൂണ്ടുപലകയോ ആണ് ആയത്ത് എന്നും, തെളിവ്, ദൃഷ്ടാന്തം, അത്ഭുതം, ദൈവവചനം എന്നീ അർത്ഥങ്ങളിലെല്ലാം ആയത്ത് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ആയത്തുകളെ തുച്ഛമായ വിലയ്ക്ക് പകരം നൽകരുത് എന്ന വചനം സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ അടയാളങ്ങളെ മറച്ചുവെക്കുന്നതിന് പകരമായി ചെറിയ നേട്ടങ്ങൾ നേടിയിരുന്നവർ ഇസ്രായേൽ മക്കളിൽ ഉണ്ടായിരുന്നുവെന്നാണ്. ഇസ്രായേൽ സമൂഹത്തിന്റെയും ബൈബിൾ പുസ്തകങ്ങളുടെ കാനോനീകരണത്തിന്റെയും ചരിത്രം വായിച്ചാൽ ഈ ഖുർആൻ പ്രസ്താവനയുടെ സത്യത ബോധ്യപ്പെടും. സമ്പന്നർക്കും സ്വാധീനമുള്ളവർക്കും പ്രതികൂലമായി തീരുന്ന ദൈവിക നിയമങ്ങളെ മറച്ചുവെക്കുകയും അവർക്കാവശ്യമായ നിയമങ്ങൾ നിർമ്മിച്ചു നൽകുകയും ചെയ്യുക യഹൂദ റബ്ബിമാരുടെ സ്ഥിരം പല്ലവിയായിരുന്നുവെന്ന് തൽമൂദിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ അടയാളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ നേടിയെടുക്കുന്നത് എന്തായാലും അത് വളരെ തുച്ഛമാണ്. വിശാലമായ സ്വർഗത്തെയും അതിലെ ദൈവാനുഗ്രഹങ്ങളെയും പകരം നൽകിക്കൊണ്ടാണ് പുരോഹിതന്മാർ ദൈവവചനങ്ങളുമായി കളിക്കുന്നത്. അത് അവർക്ക് വലിയ നഷ്ടമാണുണ്ടാക്കുക എന്ന സത്യം വ്യക്തമാക്കുകയാണിവിടെ. സമൂഹത്തിലെ ഉന്നതരെയോ സ്വാധീനമുള്ളവരെയോ അല്ല, അള്ളാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടതെന്ന് കൂടി ഉത്ബോധിപ്പിച്ചുകൊണ്ട് വചനം അവസാനിക്കുമ്പോൾ വിഷയം പൂർണ്ണമാകുന്നു. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടാൻ ഇസ്രായേൽ സമൂഹം സന്നദ്ധമായിരുന്നുവെങ്കിൽ ദൈവകോപത്തിന് വിധേയരായവർ എന്ന് വിളിക്കപ്പെടുന്ന പതനത്തിലേക്ക് അവർ ആപതിക്കുകയില്ലായിരുന്നുവെന്ന സത്യവും ഈ വചനാന്ത്യം സൂചിപ്പിക്കുന്നുണ്ട്.